ഇവിടെ എൻട്രൻസ് ഇന്റഗ്രേറ്റഡ് സെക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് +1 തുടങ്ങിയുള്ള മക്കൾക്കാണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങളുടെ ചേച്ചിമാരോ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാ, ഈ വരുന്ന ജൂൺ 27-ന് 7 മണി മുതൽ 9 മണി വരെ എന്തുണ്ടാവും, ഫ്രീ സെക്ഷൻ ഉണ്ടാവും. എല്ലാവർക്കും ഇത് കയറി ഒന്ന് അറ്റൻഡ് ചെയ്യാം. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണ മക്കൾക്കും അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ എല്ലാവരും ഇതൊന്ന് കയറി എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറയാം കേട്ടോ. ഇത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരും. അപ്പൊ ഒന്ന് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് മക്കള് അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് തരാം. എടാ ആദ്യം നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാനായിരിക്കും. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാനായിരിക്കും. അതായത് ഒരു വേർഡ് പ്രോബ്ലം ടൈപ്പാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക, ആൻസർ ചെയ്യുക. 4 മാർക്കായിരിക്കും കേട്ടോ സർ. നെക്സ്റ്റ് അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള വേർഡ് പ്രോബ്ലം ആയിരിക്കും. എല്ലാ മക്കളും കൃത്യമായിട്ട് വായിച്ച് കൃത്യമായിട്ട് ഉത്തരം എഴുതാം സർ. ആൻഡ് ദ ലാസ്റ്റ് അല്ലേ, ലാസ്റ്റ് ഇതാണ് നിങ്ങൾക്ക് എഗെയിൻ ഒരു വേർഡ് പ്രോബ്ലം ടൈപ്പ് ആണ്. കൃത്യമായിട്ട് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, എക്സിന്റെ വൈയുടെ ഒക്കെ വാല്യൂ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ മക്കളെ, ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എടാ ആദ്യം നമുക്കറിയാം -7x + 5x. -7 + 5 വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം പ്ലസ് മൈനസ് വന്ന 7-ന്ന് 5 കുറച്ചാൽ 2, വലുതിന്റെ ചിഹ്നം മൈനസ്. സോ -2. ഇവിടെ എക്സ് ഇല്ല, ഇവിടെ 2 കൊടുത്തു. ആ എക്സ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. -2x അര മാർക്ക് കൊടുക്കാടാ, അര മാർക്ക് കൊടുക്കാടാ. അടുത്തത് 5y + -2y. പ്ലസ് മൈനസ് അടുപ്പിച്ച് വരുമ്പോ എന്താ അവിടെ മൈനസ് ആകും. 5yന്ന് 2y പോയാൽ ബാക്കി 3y, അര മാർക്ക് കൊടുക്കാടാ. 5yന്ന് 2y പോയാൽ ബാക്കി 3y, അര മാർക്ക് കൊടുക്കുക. അടുത്തത് -x - -9x. മൈനസ് മൈനസ് അടുപ്പിച്ച് വന്നാൽ എന്താവും പ്ലസ് ആകും. സോ -x + 9. മൈനസും പ്ലസും വന്നാൽ വലുതിന്ന് ചെറുത് ഓർക്കാം, 9-ന്ന്. ഇവിടെ ഒരു എക്സ് എന്നല്ല അതിന്റെ അർത്ഥം, വെറുതെ എക്സ് എഴുതിയാല് 9-ന്ന് 1 കുറച്ചാൽ 8 ആണ്. വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ്. 8x അര മാർക്ക് കൊടുക്കുക. ലാസ്റ്റ് -13 -11. മൈനസ് മൈനസ് വന്നാൽ എന്ത് ചെയ്യണം, കൂട്ടിയിട്ട് മൈനസിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. മൈനസും -13ഉം 11ഉം കൂടെ കൂട്ടിയാൽ 24, അര മാർക്ക്. ടോട്ടൽ 2 മാർക്ക് ഈ പേജിൽ നിന്ന് വേണം. ആവശ്യമുള്ള മക്കൾ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. യെസ്, ഓക്കെ ഗൈസ്. നെക്സ്റ്റ് അടുത്തത് എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കി, എല്ലാവരും ബോർഡിലേക്ക് നോക്കി. ഞാൻ പറയണ പോലെ മാർക്ക് കൊടുക്കണം. നിങ്ങൾ x + y = 26, x - y = 2. ഇങ്ങനെ നിങ്ങൾ 2 ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുത്തേ. ഇങ്ങനെ നിങ്ങൾ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുത്തേ. ദെൻ നിങ്ങൾ ഈ ഇക്വേഷനിൽ ഈ +y -y വെട്ടിപ്പോവും. ബാക്കി x കൂട്ടിയാൽ 2x = 26ഉം 2ഉം കൂട്ടി 28. ഇങ്ങനെ നിങ്ങൾക്ക് 2x = 28 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ കിട്ടിയെങ്കിൽ 1 മാർക്ക് കൊടുത്തേ. 1 മാർക്ക് എല്ലാ മക്കളും കൊടുക്കാം കേട്ടോ. അടുത്തത് എക്സിന്റെ വില നിങ്ങൾക്ക് 14, കാരണം ബൈ 2 കൂടെ വരുമ്പോ ഇൻറ്റു 2 കൂടെ വരുമ്പോ ബൈ 2. അപ്പൊ 28ന്റെ പകുതി എത്രയാടാ, 14. ഇങ്ങനെ നിങ്ങൾക്ക് എക്സിന്റെ വില 14 കിട്ടിയെങ്കിൽ 1 മാർക്ക് കൊടുത്തേ. എക്സിന്റെ വില 14 കിട്ടിയെങ്കിൽ 1 മാർക്ക് കൊടുത്തേ. അടുത്ത നമുക്ക് y കണ്ടുപിടിക്കണ്ടേ. y എങ്ങനെ കണ്ടുപിടിക്കാം? y = 24 - 14, ദാറ്റ് ഈസ് 12 കിട്ടണം. y = 12 കിട്ടണം, അതിനൊരു മാർക്ക്. അപ്പൊ ഏതിനൊക്കെയാണ് മാർക്ക് കൊടുക്കേണ്ടത്? ഇക്വേഷൻ ഉണ്ടാക്കിയതിന് മാർക്ക് കൊടുക്കുക. ഇക്വേഷൻ ആദ്യം സോൾവ് ചെയ്യണതിന് മുന്നേ നിങ്ങൾ ഇത് സോൾവ് ചെയ്ത് ഇക്വേഷൻ മെത്തേഡ്, നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. എക്സിന്റെ വില കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. വൈയുടെ വിലക്ക് 1 മാർക്ക്. ടോട്ടൽ 4 മാർക്ക്. ആവശ്യമുള്ള മക്കൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തേടാം. ചില മക്കൾക്ക് ചില സ്റ്റെപ്പൊക്കെ ഇതിൽ മാറ്റിയിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, കറക്റ്റ് രീതിയിൽ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് എക്സിന്റെ വില 14 വൈയുടെ വില 12 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് തന്നെ കൊടുക്കുക കേട്ടോ. ഇതിലിപ്പോ നിങ്ങൾ ചില മക്കൾ ഡയറക്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. സോ കറക്റ്റ് ആയിരിക്കണം. എക്സിന്റെ വില 14 വൈയുടെ വില 12 ആണെങ്കിൽ മാർക്ക് കൊടുത്തോ കേട്ടോ. മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് വെറുതെ എഴുതി വെക്കരുത്, ഉണ്ടാകണം. അതിൽ മെത്തേഡും സ്റ്റെപ്പുകളും ഇവോൾവ് ആയിരിക്കണം കേട്ടോ. അല്ലാതെ ആദ്യം നിങ്ങൾ എഴുതിയിട്ട് അടുത്തേൽ ഇതുകൊണ്ട് എഴുതരുത്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ,
യെസ് നെക്സ്റ്റ്. അടുത്തതെല്ലാം മക്കൾ നോക്കി, നിങ്ങൾ ഏജ് പ്രോബ്ലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് നമ്മളെപ്പോഴും ഇവിടെ നമ്മൾ ബോക്സ് വരച്ചാണ്, ചിലപ്പോൾ ചിലർ സ്കൂളിലെ മെത്തേഡ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ ബോക്സ് വരച്ചിട്ട് പെർസെൻറ്റേജ് എക്സ്, റഹീമിന്റെ പെർസെൻറ്റേജ് എക്സ്, രാമുവിന്റെ പെർസെൻറ്റേജ് വൈ. 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ x-4, ഇവിടെ y-4. 2 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ രാമുവിന്റെ പേജിൽ നിന്ന് 2 കൂട്ട, റഹീമിന്റെ ഏജിൽ നിന്നും 2 കൂട്ട. ഇങ്ങനെ നിങ്ങൾ ഈ ബോക്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുത്തേ. ചിലപ്പോൾ ചിലൊരു ബോക്സ് ആയിരിക്കില്ല ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അതായത് 4 വർഷത്തിന് ശേഷം x-4, 2 വർഷത്തിന് ശേഷം x+2 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. വന്നാലും ഒരു മാർക്ക് കൊടുക്കുക. ഈ കണ്ടന്റ് ഉണ്ടായിരിക്കണം. ഈ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കുക. ഇനി നമ്മളുടെ അടുത്ത് ചോദ്യം പറഞ്ഞത് 4 വർഷത്തിന് മുമ്പ് റഹീമിന്റെ ഏജ്. അപ്പൊ നമ്മൾ 4 വർഷത്തിന് മുമ്പുള്ള റഹീമിന്റെ ഏജ് എഴുതി. അതെന്ന് പറഞ്ഞാൽ രാമുവിന്റെ ഏജിന്റെ എത്രയാണ്? 3 ഇരട്ടിയാണ്. അന്നത്തെ രാമുവിന്റെ ഏജിന്റെ 3 ഇരട്ടി. അതിന് അങ്ങനെയല്ലേ എഴുതണം, കാരണം രാമുവിന്റെ ഏജ് y-4 അല്ലേ. അതിന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3 × എന്നല്ലേ എഴുതാം. ദെൻ നമ്മളിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 3 × y 3y, ഇവിടെ മൈനസ് ഉണ്ട്, അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. 3 × 4 12. ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് ആക്കി ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കൊടുത്തേ. ഇത് കറക്റ്റ് ആക്കി x-4 = 3y - 12 ഇതൊക്കെ ഇല്ലാതെ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഒക്കെ എന്തായാലും വേണം, അര മാർക്ക് കൊടുക്കുക കേട്ടോ. ദെൻ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്ത് എക്സിനെല്ലാം ഒരു വശത്തേക്ക് എടുത്ത് വൈനെയും ഒരു വശത്തേക്ക് എടുത്ത് നിങ്ങൾക്ക് ഇതേ x-3y = -8 ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കൊടുത്തേ. 1 മാർക്കല്ല കേട്ടോ കൊടുക്കണ്ട, അത് ഇക്വേഷൻ നമ്പർ 1 എന്നാണ് കാണിച്ചേക്കണം. അര മാർക്ക് കൊടുക്കുക കേട്ടോ. 3x-3y = -8 നീട്ടിയിട്ട് അര മാർക്ക് കൊടുക്കുക. ടോട്ടൽ ഈ പേജിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടണം. ആവശ്യമുള്ള മക്കളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, സോറി ആൻസർ കഴിഞ്ഞിട്ടില്ല. എല്ലാ മക്കളും സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. യെസ് സർ. നെക്സ്റ്റ് ഒരു ഇക്വേഷനും കൂടെ വേണ്ടേ നമുക്ക് സോൾവ് ചെയ്യാൻ. സോ അടുത്തത് ആഫ്റ്റർ 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 2 വർഷം കഴിഞ്ഞാൽ റഹീമിന്റെ ഏജിന്റെ 2 ഇരട്ടി ആയിരിക്കും എന്ത്? രാമുവിന്റെ ഏജ്. ഓക്കെ, റഹീമിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ രാമുവിന്റെ ഏജിന്റെ 2 ഇരട്ടി ആയിരിക്കും. അപ്പൊ ആഫ്റ്റർ 2 ഇയേഴ്സ് രാമുവിന്റെ ഏജ് എത്രയാണ്? y+2. റഹീമിന്റെ ഏജ് എത്രയാണ്? x+2. അതിന്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 2 × രാമുവിന്റെ ഏജ്. ഇനി ഇത് നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് x+2 = 2y+4 എന്ന് എഴുതി അര മാർക്ക് കൊടുത്തേ. ഇതിന് നിങ്ങൾ അര മാർക്ക് കൊടുത്തേ. അത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് x-2y = 2 എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക് വീണ്ടും കൊടുത്തേ. ഈ പേജിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടണം കേട്ടോ. ഇപ്പൊ നമുക്ക് വേണ്ട 2 ഇക്വേഷൻസ് ആണ് കിട്ടിയേക്കണത്. ആവശ്യമുള്ള മക്കൾ സ്ക്രീൻഷോട്ട് എടുത്തേടാം. 2 ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഇപ്പൊ 3 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതുവരെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് കിട്ടും. യെസ് സർ. നെക്സ്റ്റ് അത് സോൾവ് ചെയ്യണ പരിപാടിയാണ്. ഇവിടെ മാർക്കൊന്നും ഇടല്ലേട്ട്, ഇത് മാർക്കല്ല, ഇക്വേഷൻ്റെ ഇതാണ്. x-2y = 2, x-3y = -8. സോൾവ് ചെയ്ത് y = 10 നീട്ടിയ 1 മാർക്ക്. സോൾവ് ചെയ്ത് y = 10 നീട്ടിയാൽ 1 മാർക്ക്. y = 10 നീട്ടിയാൽ 1 മാർക്ക്. y എങ്ങനെ കിട്ടി എന്നുള്ളത് ഇവിടെ ഉണ്ട്. മൈനസ് പ്ലസ് -2y +3y കുറച്ചാൽ y 1 മാർക്ക്. x = 22 നീട്ടിയാൽ 1 മാർക്ക്. ടോട്ടൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ടോട്ടൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ പേജിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവണം, രണ്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയിട്ടുണ്ടാവണം, ലാസ്റ്റ് പേജിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവണം കേട്ടോ. എക്സിന്റെ വില 22, വൈയുടെ വില 10. ചിലവർ ഇതിൽ ചില സ്റ്റെപ്സ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്ത മക്കളുണ്ടാവും. സ്കൂളിലെ മെത്തേഡൊക്കെ യൂസേജ് ചെയ്തവരുണ്ടാവും. എനിവേ ആൻസർ y = 10 x = 22 കിട്ടിയിട്ടുണ്ടെങ്കിൽ മാർക്ക് 5 മാർക്ക് കൊടുക്കുക. പക്ഷെ സ്റ്റെപ്പുകൾ വേണം. ഇതിന്ന് കുറേയൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല. പക്ഷെ കാര്യമുള്ള സ്റ്റെപ്പുകൾ എന്തായാലും വേണം. 5 മാർക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തേടാ. ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ യെസ് സർ. നെക്സ്റ്റ് ലാസ്റ്റ് അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ലെറ്റ് 2 ഡിജിറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം? x-y എന്ന് എടുക്കാം. അവര് തമ്മിൽ കൂട്ടിയാൽ എത്രയുടെ? x+y ചെയ്താൽ 11 ആണ്. 2 ഡിജിറ്റ് നമ്പറിന് x-y എന്ന് എടുത്തു. അത് തമ്മിൽ കൂട്ടിയാൽ 11. അത് ആദ്യത്തെ ഇക്വേഷൻ. അര മാർക്ക് കൊടുക്കാം. അര മാർക്ക് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് 2 ഡിജിറ്റിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ ഡിജോ സാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിനെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാവടാ? 10y+ നിങ്ങളിത് ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. x-y എന്ന് പറഞ്ഞാല്
ആദ്യത്തെ ആളെ 10 വെച്ച് ഗുണിക്കുക, രണ്ടാമത്തെ ആൾ ഇങ്ങനെയൊക്കെ എഴുതാം. ഇവർ ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വൈ എക്സ് അല്ലേ. അപ്പൊ ആദ്യത്തെ ആളെ 10ന്റെ ഒപ്പം എഴുതാം, രണ്ടാമത്തെ ആളെ വെറുതെ എഴുതാം. ഇതാണ് ഈ എഴുതിയേക്കണം. അത് എന്തിനോട് തുല്യമായിരിക്കും? ആദ്യത്തെ ആളുടെ ഒപ്പം 27 കൂട്ടണതിനോട് തുല്യമായിരിക്കും. ഇവിടെ നിങ്ങൾ ഇത് സോൾവ് ചെയ്ത് 10y + x - 10x - y = 27 എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കൊടുത്തേടാ, അര മാർക്ക് കൊടുക്കാടാ. ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക്. ലാസ്റ്റ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് 9x - 9y = -27. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതായിരിക്കും കിട്ടിയേക്കണത്. ഇത് കിട്ടിയാൽ അര മാർക്ക് കൊടുത്തേ. ഇത് നമ്മൾ നെഗറ്റീവിനെ മാറ്റിയതാണ്. ആദ്യം നെഗറ്റീവ് പാടില്ല. അപ്പൊ നെഗറ്റീവിനെ മാറ്റുമ്പോൾ പോസിറ്റീവ് ഉള്ളതൊക്കെ നെഗറ്റീവായിട്ട് മാറും, നെഗറ്റീവ് ഉള്ളതൊക്കെ പോസിറ്റീവ് ആവും. ആ ഒരു രീതി അത്രേ ഉള്ളൂ. അര മാർക്ക് കൊടുക്കുക. അപ്പൊ ഈ പേജിൽ നിന്ന് അര മാർക്ക് 1.5 മാർക്ക് ഈ പേജിൽ നിന്ന് കിട്ടണം കേട്ടോ. 1.5 മാർക്ക് ഈ പേജിൽ നിന്ന് കിട്ടണം കേട്ടോ. ആവശ്യമുള്ള മക്കൾ സ്ക്രീൻഷോട്ട് എടുത്തേടാ. ആവശ്യമുള്ള മക്കൾ യെസ് സർ. നെക്സ്റ്റ് അടുത്തതൊന്ന് പറയണ എല്ലാ മക്കളും ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇത്രയുള്ള ഇക്വേഷൻ x + y = 11, 9x - 9y = -27. പക്ഷെ ഇത് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യത്തെ ഇക്വേഷൻ 9 കൊണ്ട് ഗുണിച്ച്, അപ്പൊ നിങ്ങൾക്ക് കിട്ടി 9x + 9y = 99 കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കൊടുത്തേ. ഈ രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കൊടുത്തേ. എല്ലാ മക്കളും കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ സോൾവ് ചെയ്ത് നിങ്ങൾ x4 കിട്ടിയാൽ, ഇത് സോൾവ് ചെയ്ത് x4 കിട്ടിയാൽ 1 മാർക്ക്, x4 കിട്ടിയാൽ 1 മാർക്ക്. സാർ നെക്സ്റ്റ് ആൻസർ. അടുത്തത് y7 കിട്ടിയാൽ 1 മാർക്ക്. ആ നമ്പർ 47 ആണ്. അപ്പൊ x4 കിട്ടണം, y7 കിട്ടണം കേട്ടോ. അപ്പൊ സാർ ആ ക്വസ്റ്റൻ ഒന്നും കൂടെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തോട്ടെ. എല്ലാ മക്കളും മാർക്ക് നോക്കിക്കോ കേട്ടോ. ആദ്യത്തെ പേജിൽ നിന്ന് 1.5 മാർക്ക്. യെസ്. നെക്സ്റ്റ് പേജിൽ നിന്ന് 2, 3 മാർക്ക്. നെക്സ്റ്റ് പേജിൽ നിന്ന് 1.5 ആദ്യത്തെ പേജിൽ 1.5, സോ 3 മാർക്കായി. സാർ നെക്സ്റ്റ്. ഇവിടെ നിന്ന് 1 മാർക്കും കൂടെ ചേരുമ്പോൾ 4 മാർക്കായി. നെക്സ്റ്റ് 1 മാർക്കും കൂടെ ചേരുമ്പോൾ 5 മാർക്ക്. അപ്പൊ ഈ ക്വസ്റ്റിന് 5 മാർക്കാട്ടോ. ലാസ്റ്റത്തെ 2 ക്വസ്റ്റിന് 5 മാർക്കാണ്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വേഗം ഷാഡോ ടീച്ചേഴ്സിന് പേപ്പർ സെൻഡ് ചെയ്തിട്ട് വരാം.